ബയോണിക് എം, പവേർഡ് പ്രോസ്തെറ്റിക്സ്. ഇത് കയ്യ് കാലൊക്കെ ഇല്ലാത്ത ആൾക്കാർക്ക്, ഇപ്പോൾ വാർ വെറ്ററൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം കാരണം കയ്യോ കാലോ ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഓൾറെഡി പ്രോസ്തെറ്റിക്സ് ഉണ്ട്. അപ്പൊ ഈ പ്രോസ്തെറ്റിക്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ശരിക്കും 3 ടൈപ്പായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. 3 ടൈപ്പായിട്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്യുവർലി എസ്തെറ്റിക്കാ, അതുകൊണ്ട് നമ്മൾക്ക് അതിനെ ഒഴിവാക്കി പിടിക്കാം. കാരണം ഒട്ടുമിക്ക ആൾക്കാരും വെറുതെ ഒരു ചന്തം കാണാൻ വേണ്ടി ഒരു പ്രോസ്തെറ്റിക്സ് വെക്കാറില്ല. കാരണം ഒരു കൈ ഇല്ലാതാവുക അല്ലെങ്കിൽ ഒരു കാലില്ലാതാവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയ ബുദ്ധിമുട്ടിലായിരിക്കും അവര്. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫങ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രോസ്തെറ്റിക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കാറ്റഗറി നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാം. ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോസ്തെറ്റിക്സിന്റെ കാര്യം പറയാം. 2 ടൈപ്പ് പ്രോസ്തെറ്റിക്സ്. ഫസ്റ്റ് വൺ ഈസ് മെക്കാനിക്കൽ. അതിൽ വേറെ ലിങ്കേജസോ കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ വേറെ സിസ്റ്റംസ് ഒന്നുമില്ല. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ മസിലിനനുസരിച്ച്, നമ്മളുടെ മസിൽ മൂവ്മെന്റിനനുസരിച്ച് നമ്മൾ തന്നെ പ്രയത്നിച്ച്, കൈയാണെങ്കിലും കാലാണെങ്കിലും നമ്മൾ തന്നെ പ്രയത്നിച്ച് മൂവ് ചെയ്യണം. ഫുൾ 100% എഫേർട്ട് നമ്മളുടെ മസിൽസിന്റെയാണ്. സോ ബേസിക്കലി ഒരു സ്റ്റിഫ് ഫ്രെയിം പോലെയാണ്. സ്റ്റിഫ് ഫ്രെയിം പോലെ, യെസ്, എക്സാക്ട്ലി. പക്ഷെ അതില് ഈ പറഞ്ഞ പോലെ 1-2 ജോയിന്റ് ഉണ്ടാവും. ആ ജോയിന്റ് നമ്മളുടെ മസിൽ മൂവ്മെന്റിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ദ അതർ ടൈപ്പ് ഈസ് ഇലക്ട്രോമെക്കാനിക്കൽ അഥവാ റോബോട്ടിക്. ഇലക്ട്രോമെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസ്തെറ്റിക്കിന്റെ ഉള്ളിൽ ഇറ്റ് മേ ബി ബാറ്ററി പവേർഡ്. ആ ബാറ്ററി പവേർഡ് പ്രോസ്തെറ്റിക്കിന്റെ ഉള്ളിൽ മോട്ടർ ഉണ്ടാവാം, സെൻസർ ഉണ്ടാവാം. അങ്ങനെയുള്ള മോട്ടറും സെൻസറും എല്ലാം വെച്ച് ബ്രെയിനിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഇമ്പൾസ് എടുത്ത് അതുകൊണ്ട് വർക്ക് ചെയ്യാണ് ആ ഇലക്ട്രോമെക്കാനിക്കൽ പ്രോസ്തെറ്റിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ പറയുന്ന എന്താണ്, പുള്ളിയുടെ പേരെന്താണ്? ഷാവോ ജുൻഷുൻ. ഈ പുള്ളിയുടെ കുറച്ച് ഞാൻ ഒരു ആർട്ടിക്കിൾ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. ഷാവോ ജുൻ സൺബറിന്റെ. പുള്ളിക്ക് ആക്ച്വലി 9 years old ഏതോ ഒരു ആക്സിഡന്റില് കാല്, റൈറ്റ് ലെഗ് ആംപിറ്റേറ്റ് ചെയ്തിട്ടു. സോ ആ സമയത്ത് അയാള് ഇത്രയും വർഷം അയാൾ ഫുൾ ക്രച്ചസിലാണ് അയാളുടെ ഡെയിലി ലൈഫ്. സോ ഹാൻഡ്സ് അയാൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, നമ്മളെപ്പോലെ വാക്കിങ്ങിനും ഡിഫിക്കൽട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഏതോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതൊക്കെ ക്വിറ്റ് ചെയ്തിട്ട് PhD എടുത്തു റോബോട്ടിക്സിൽ. യെസ്, ഹീസ് എ ഡോക്ടറേറ്റ്. സോ അങ്ങനെ PhD കഴിഞ്ഞിട്ട് അയാളുടെ തീസിസ് ഒക്കെ കഴിഞ്ഞ് അവസാനം ഇയാൾ തന്നെ ഒരു പുതിയ കമ്പനി, ബയോണിക് എം പറഞ്ഞിട്ടൊരു കമ്പനി തുടങ്ങി. റോബോട്ടിക് പ്രോസ്തെറ്റിക്സ് ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഹി ഈസ് ബേസിക്കലി ദ ഫസ്റ്റ് കസ്റ്റമർ ഫോർ ഹിസ് ഓൺ കമ്പനി. സോ പുള്ളി യൂസ് ചെയ്യുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസ്തെറ്റിക് ആണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഫോഴ്സ് സെൻസർ, അതേപോലെ ആംഗിൾ സെൻസർ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു കംപ്ലീറ്റ് റോബോട്ടിക് ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇറ്റ്സെൽഫ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്, ടെക്നോളജിക്കലി വെരി കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ഒരുപാട് ചലഞ്ചസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ മെക്കാനിക്കൽ ടൈപ്പ് പ്രോസ്തെറ്റിക്സ് ആകുമ്പോൾ അത് നമ്മൾ എഫേർട്ട് ചെയ്ത് കൊടുക്കുക, അത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നാണ് കേട്ടിരിക്കുന്നത്. നമുക്ക് ഈ ന്യൂസിൽ ഇവർ പറയണത് എന്താന്ന് പറഞ്ഞാൽ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ ശരിക്കും ഒരു പ്ലഗ് ആൻഡ് പ്ലേ ആവുമോ? ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ മനുഷ്യന്റെ ഒരു ബോഡി പാർട്ടൊക്കെ അങ്ങനെ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് വർക്ക് ആവും? എന്താണ് ഇവർ ഈ പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? പ്ലഗ് ആൻഡ് പ്ലേ the more I go through this, ഇപ്പൊ എനിക്ക് മനസ്സിലായത് എന്താന്ന് പറഞ്ഞാൽ പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് ആവശ്യമുള്ളപ്പോ വെക്കാനും അഴിച്ചു മാറ്റാനും സാധിക്കുന്നതാണെന്നാണ്. ഓക്കെ, ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കിത് അഴിച്ചു മാറ്റി ചാർജ് ചെയ്യാൻ വെക്കുകയൊക്കെ ചെയ്യാം. ബാറ്ററി പവർഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചാർജ് ചെയ്യാം. എക്സാക്ട്ലി. എന്ത് വരുമോ ഇതിന്റെയൊക്കെ പ്രൈസ് എന്ത് വരും? നമുക്ക് പ്രൈസ് ഒന്ന് നോക്കിയാലോ അതിന്റെ. Oh my god, $8,000 തൊട്ട് $70,000. $8,000 എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 5 lakh. 70,000 എന്ന് പറഞ്ഞാൽ 51 ലക്ഷം രൂപയായി ശ്രീറാം. The price is a very small price to pay because ഒരു കയ്യ്, നമ്മളുടെ ഈ കൈയില്ലാണ്ട് അല്ലെങ്കിൽ ഈ കയ്യോ കാലോ ഇല്ലാതെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അതിന്റെ ഒരു വേദന ഇല്ലാത്ത ഒരാൾക്കേ അറിയുള്ളൂ. സോ കിട്ടുന്നതായാലും എത്രയും സന്തോഷമായിട്ട്
എക്സാക്ട്ലി നമുക്ക് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമുക്ക് സിമ്പത്തൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് ഏതോ ഒരു സിനിമയിൽ ഞാൻ ഇന്നാളെ കൂടി കേട്ടൊരു ഡയലോഗാണ്, കണ്ണടച്ചാൽ കണ്ണില്ലാത്തവന്റെ വിഷമം അറിയില്ല. പറയുന്നത് എത്ര ശരിയാ. നമ്മൾക്ക് എത്ര നേരം വേണമെങ്കിലും കണ്ണടച്ചിരിക്കാം, പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു അന്ധന്റെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതെ.